നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട കുറച്ച് ക്രൈം വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൊട്ടാരക്കര നെടുവത്തൂരിൽ ഇത്തരത്തിൽ 3 പേർ ജീവൻ പൊലിഞ്ഞൊരു ദുഃഖമൊക്കെ നിലനിൽക്കുകയാണ്. കിണറിനുള്ളിലാണ് ആ 3 പേരുടെ ജീവൻ പൊലിഞ്ഞത്. ഇതിന് മുഖ്യ കാരണം കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ആദ്യ ഭർത്താവ് വിഷ്ണുവിനൊപ്പം ഒയ്യൂരിനടുത്ത് താമസിക്കുമ്പോൾ ഗർഭിണിയായിരിക്കെ അർച്ചന കിണറ്റിൽ ചാടി ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. അന്ന് ഗർഭം അലസിപ്പോയി. പിന്നീട് ഒരു തവണ കൂടി ഇത്തരത്തിൽ ഗർഭം അലസിപ്പോവുകയുണ്ടായി. അതിനുശേഷം ഇസ്മായിൽ എന്ന് പറയുന്ന മറ്റൊരു യുവാവുമായി അടുക്കുന്നു. ഈ ഇസ്മായിലിന്റെ കൂടെ താമസിക്കുമ്പോഴും അർച്ചന കിണറ്റിൽ ചാടി. ആഴമില്ലാത്ത കിണറായതിനാൽ പരിക്കില്ലാതെ 2 തവണ രക്ഷപ്പെട്ടു. 3-ാം തവണയാണ് ഇത്തരത്തിൽ ആനക്കൂട്ടൂരിലെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടിയത്. പക്ഷേ ഇപ്പോൾ ശിവകൃഷ്ണനായിരുന്നു ഇത്തരത്തിൽ പങ്കാളിയായി വീട്ടിലുണ്ടായിരുന്നത്. ഈ ശിവകൃഷ്ണന്റെ അബദ്ധമാണ് ഇത്തരത്തിലൊരു ദുരന്തമായി കലാശിച്ചത്. അർച്ചനയ്ക്കും ശിവകൃഷ്ണനുമൊപ്പം രക്ഷിക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മരിച്ചു. നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ, കൊട്ടാരക്കര അഗ്നിരക്ഷാസേന യൂണിറ്റിലെ ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാർ എന്നിവരാണ് കിണറിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ചത്. ആയുർവേദ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന അർച്ചന തൃശൂർ, എറണാകുളം, വയനാട് ഭാഗങ്ങളാണ് ജോലി ചെയ്യുന്നത്. അശോകൻ, മിനി ദമ്പതികളുടെ മകളാണ് അർച്ചന. ചെറുപ്പത്തിൽ തന്നെ അശോകനും മിനിയും ബന്ധം വേർപിരിഞ്ഞു. പ്രായപൂർത്തിയായപ്പോൾ ഓയൂരിൽ വിഷ്ണുവിനൊപ്പം അർച്ചന ജീവിതം തുടങ്ങി. ഈ ബന്ധത്തിലുള്ളതാണ് 3 മക്കളും. പിന്നീട് വിഷ്ണുവിനെ ഉപേക്ഷിച്ച് ഇസ്മായിലിനൊപ്പം ജീവിതം തുടങ്ങുന്നു. ഇതിനിടയിൽ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ചതാണ് ആനക്കോട്ടൂരിലെ 5 സെന്റ് ഭൂമി. വീട് പണി നടക്കുന്നതേ ഉള്ളൂ. പൂർത്തിയാകാത്ത വീട്ടിലാണ് 2 വർഷമായി അർച്ചനയും മക്കളും താമസിച്ചിരുന്നത്. ഈ ആനക്കോട്ടൂര് തൈവിളമുക്കിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ മിനിക്കൊപ്പം മക്കളെ ഏൽപ്പിച്ചിട്ടാണ് അർച്ചന ആയുർവേദ തെറാപ്പിസ്റ്റ് ജോലിക്ക് പോകുന്നത്. 2 മാസം മുൻപ് കൂടിയതാണ് ശിവകൃഷ്ണൻ. എറണാകുളത്ത് ബാറിലെ ജീവനക്കാരനായ ശിവകൃഷ്ണൻ അമിതമായി മദ്യം കഴിക്കുന്ന ആളാണ്. ശിവകൃഷ്ണനും അയാളുടെ സുഹൃത്ത് അക്ഷയ്, ഭാര്യ അഞ്ജുവും അർച്ചനയും മക്കളുമാണ് ഞായറാഴ്ച രാത്രി വീട്ടിലുണ്ടായിരുന്നത്. രാത്രി 10ഓടെ ശിവകൃഷ്ണൻ മദ്യലഹരിയിലായി. ശേഷിക്കുന്ന മദ്യം അർച്ചന ഒളിപ്പിച്ചു വെച്ചു. ഇത് മർദ്ദനമായി മാറി. ക്രൂരമായി അർച്ചനയെ മർദ്ദിച്ചു. മറ്റുള്ളവർ തടസ്സം പിടിച്ചതുമില്ല. മർദ്ദനമേറ്റിന്റെ പാടുകളും പല്ലിനിട്ട കമ്പി ചുണ്ടിൽ മുറിവേൽപ്പിച്ചതുമടക്കം അർച്ചന മൊബൈൽ ഫോണിൽ പകർത്തി. കുട്ടികളെയും ശിവകൃഷ്ണൻ മർദ്ദിക്കാറുണ്ട്. സഖികെട്ടാണ് അർച്ചന വീടിന് പുറത്തേക്കിറങ്ങി കിണറ്റിൽ ചാടിയത്. ഈ കിണറ്റിൽ ചാടിയ യുവതി രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കിണറിടിഞ്ഞു വീണ് 3 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശിവകൃഷ്ണൻ തന്നെയാണ് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചത്. തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്ന് സോണി എസ് കുമാർ ഉൾപ്പെടെയുള്ള അഗ്നിരക്ഷാസേനാംഗങ്ങൾ സ്ഥലത്തെത്തുകയായിരുന്നു. ഈ സോണിയാണ് അർച്ചനയെ കിണറ്റിലിറങ്ങി രക്ഷിക്കുവാനായി മുന്നിട്ടിറങ്ങിയത്. ഇതിനു മുൻപ് അഗ്നിരക്ഷാസേനാംഗങ്ങൾ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. എല്ലാ സംവിധാനങ്ങളുമായി കയറുകെട്ടി സോണി കിണറ്റിലേക്ക് ഇറങ്ങി. അർച്ചനയെ സുരക്ഷിതമായി മുകളിലേക്ക് കയറ്റുന്നതിനിടെയാണ് ഈ ദുരന്തമുണ്ടായത്. രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ കിണറിന് സമീപത്ത് നിന്ന് മാറി നിൽക്കുവാൻ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ശിവകൃഷ്ണൻ മാത്രം അനുസരിച്ചില്ല. ഈ അർച്ചനയെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ശിവകൃഷ്ണൻ ടോർച്ചടിച്ച് വെളിച്ചം തെളിയിക്കാനായി കിണറിന് സമീപത്തെത്തി. ഇതോടെ കിണറിന്റെ കൈവരി തകർന്നു വീഴുകയായിരുന്നു. ഒപ്പം ശിവകുമാരനും കിണറ്റിലേക്ക് വീണു. തകർന്ന കൈവരിയുടെ കല്ലുകളും മറ്റും പതിച്ച് സോണിയുടെയും അർച്ചനയുടെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അത് അവരുടെ മരണകാരണമായി. ശിവകൃഷ്ണനും പിന്നീട് മരിച്ചു. പാർശ്വഭിത്തിയോട് ചേർന്ന് നിന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സുഫൈൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇതാണ് ഫയർഫോഴ്സ് നൽകുന്ന ഒരു വിശദീകരണം. അതേസമയം അശോകൻ, മിനി ദമ്പതികളുടെ മകളാണ് ഈ മരിച്ച അർച്ചന. ചെറുപ്പത്തിൽ തന്നെ അശോകനും മിനിയും ബന്ധം വേർപിരിഞ്ഞു. മുതിർന്നപ്പോൾ ഓയൂരിൽ വിഷ്ണുവിനൊപ്പം അർച്ചന ജീവിതം തുടങ്ങി. ഈ ബന്ധത്തിലുള്ളതാണ് 3 മക്കൾ. ഇതിനിടയിൽ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെടുന്നു. ഇതേ പദ്ധതി വഴി വീട് പണി നടക്കുകയാണ്. പൂർത്തിയാകാത്ത വീട്ടിലാണ് 2 മക്കളുമായിട്ട് ഈ അർച്ചനയും മക്കളും താമസിച്ചിരുന്നത്. ആയുർവേദ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന അർച്ചന തൃശൂർ, എറണാകുളം, വയനാട് ഭാഗങ്ങളാണ് ജോലി ചെയ്യുന്നത്. ഈ ആനക്കോട്ടൂർ തൈവിളമുക്കിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ മിനിക്കൊപ്പം മക്കളെ ഏൽപ്പിച്ചാണ് അർച്ചന ജോലിക്ക് പോകുന്നത്. അപ്പോൾ തിരികെ വരുമ്പോഴെല്ലാം സുഹൃത്തുക്കളും ഒപ്പം ഉണ്ടാകും. 2 മാസം മുമ്പ് ആണ് ശിവകൃഷ്ണൻ ഈ വീട്ടിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴും വാർഡ് മെമ്പറിനോടും ഒക്കെ സംസാരിച്ചപ്പോഴും ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന കാര്യം അവരറിയുന്നത് തന്നെ ഇന്നലെയാണ്. അപ്പം അവർക്കറിയില്ല ശിവകൃഷ്ണൻ എന്നൊരു വ്യക്തി അർച്ചനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന്. നാട്ടുകാർക്കും അറിയില്ല അത് ആരാണെന്ന്. വാർഡ് മെമ്പറിനും അറിയില്ല ഇങ്ങനെ ഒരു വ്യക്തി ആ വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യം. അപ്പോൾ 2 മാസം മാത്രമായി കൂടിയ വ്യക്തിയാണ് ഇത്രയധികം അർച്ചനയെ ഉപദ്രവിക്കുന്നത്, അർച്ചനയെ കൊല്ലാക്കൊല ചെയ്തത്. അപ്പോൾ സഖി കെട്ടാണ് അർച്ചന ആ ഒരു കിണറ്റിലേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്തായാലും
അല്ല, എന്തായാലും സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ പഠനങ്ങളെല്ലാം സർക്കാർ തന്നെയായിരിക്കും വഹിക്കുക. അവരെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. 3 കുട്ടികളാണ്. എന്തായിരുന്നാലും ഇത്തരത്തിൽ ഈ പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേർ ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും ആദ്യ ബന്ധത്തിലുണ്ടായിരുന്ന 3 മക്കളാണ് ഈ പറയുന്ന പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഉണ്ടായ 2 ഗർഭവും അലസിപ്പോകുന്ന കാഴ്ചയായിരുന്നു. എന്തായിരുന്നാലും വളരെ ദയനീയമായ ഒരു വാർത്തയാണ്. കാരണം രക്ഷകനായി എത്തിയ ആൾ തന്നെ അവസാനം മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, വീടിന്റെ പോർച്ചിൽ നിന്ന് പിന്നിലേക്ക് ഉരുണ്ടു നീങ്ങിയ കാറിനടിയിൽപ്പെട്ട വീട്ടമ്മ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മകന് പരിക്കേറ്റു. മീനടം കാവലച്ചിറ കുറ്റിക്കൽ അന്നമ്മ തോമസ് ആണ് മരിച്ചത്. കാലിന് പരിക്കേറ്റ മകൻ ഷിജിൻ കെ തോമസിനെ തെള്ളകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഈ അപകടം നടന്നത്. വീടിന്റെ ഗേറ്റ് തുറക്കുന്നതിന് അമ്മയെ സഹായിക്കാൻ എത്തിയപ്പോൾ കാർ പിന്നിലേക്ക് ഉരുളുകയായിരുന്നു. പോർച്ചിൽ നിന്ന് കുത്തനെയുള്ള ഇറക്കത്തിൽ വേഗത്തിലെത്തിയ കാറിനടിയിൽ ഇവർ പെട്ടുപോവുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ചേർന്നാണ് കാർ ഉയർത്തിയത്. ഇരുവരും പുറത്തെടുക്കുകയായിരുന്നു. പക്ഷേ ഗേറ്റ് തകർന്നിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അന്നമ്മയെ മന്ദിരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. അന്നമ്മ LIC ഏജന്റാണ്. ഭർത്താവ് തോമസ് കൊരയും മൂത്ത മകൻ സുബിൻ കെ തോമസ് വിദേശത്താണ്. പാമ്പാടിയിൽ നിന്ന് SIPB ഉദയകുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സ്ഥലത്തെത്തി പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത്. സംസ്കാരം പിന്നെ എന്നാണ് കുടുംബം അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തളിപ്പറമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിനിടെ ഒരു സ്ത്രീ പർദ്ദയിട്ട് മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അതായത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തമുണ്ടായ ഭാഗത്ത് എതിർവശത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നത്. നിബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ പർദ്ദ ധരിച്ചെത്തിയ സ്ത്രീ 10,000 രൂപയുടെ സാധനങ്ങൾ കടത്തിയെന്നാണ് ഉടമകൾ ഉന്നയിക്കുന്ന പരാതി. ആളുകളുടെ ശ്രദ്ധ പുറത്തെ തീപിടുത്തത്തിലായിരുന്നു. അപ്പോഴേക്കും സ്ത്രീ മോഷണം നടത്തുകയായിരുന്നു. CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് 10,000 രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയെന്ന് വ്യക്തമായത്. മോഷ്ടാവിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മോഷണത്തിന് ശേഷം സ്ത്രീ ജനക്കൂട്ടത്തിനിടയിലൂടെ പെട്ടെന്ന് മുങ്ങുകയായിരുന്നു. രക്ഷപ്പെട്ടു. എന്തായാലും കടയിൽ മറ്റൊരു സ്ത്രീ മോഷണം നടത്തിയെന്നും ഇവരെ കൈയോടെ പിടിച്ചെന്നും ഉടമ പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 9 തളിപ്പറമ്പിൽ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് KV കോംപ്ലക്സിൽ വൻ തീപിടുത്തം ഉണ്ടായത്. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. 15 ഫയർ യൂണിറ്റുകളെത്തി 3 മണിക്കൂറിലേറെ സമയമെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 50-ലേറെ കടകളാണ് കത്തിച്ചാമ്പലായത്. അതിനിടെയായിരുന്നു പർദ്ദ ധരിച്ചെത്തിയ സ്ത്രീയുടെ മോഷണം. നേരെ RSS ശാഖയിൽ പലരിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടുവെന്നാരോപിച്ച് ജീവനൊടുക്കിയ കോട്ടയം സ്വദേശിയായ 24-കാരൻ അനന്തു അജിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. ആത്മഹത്യാക്കുറിപ്പിൽ RSS നേതാവിനെതിരെ ആരോപണമായി ഉണ്ടായിരുന്നു. ബുധനാഴ്ചയാണ് ഈ തമ്പാനൂരിലെ ഹോട്ടലിൽ അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതെ, ഈ അനന്തുവിന്റെ ആരോപണം ഗുരുതരമാണെന്നും സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നുമാണ് പ്രിയങ്ക ഗാന്ധി MP ആവശ്യപ്പെട്ടത്. ശാഖയിൽ നടന്ന അതിക്രമങ്ങൾ തനിക്കെതിരെ മാത്രമല്ല എന്ന അനന്തുവിന്റെ വെളിപ്പെടുത്തൽ സത്യമെങ്കിൽ ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളും കുട്ടികളും ശാഖയിൽ പങ്കെടുക്കുന്നുണ്ട്. RSS നേതൃത്വം നടപടിയെടുത്ത ആരോപണത്തിൽ ശുദ്ധി വരുത്തണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം അത് വലിയ വിപത്താണ്. ഇത്തരം ആൺകുട്ടികൾക്കെതിരെ എന്നല്ല, ലൈംഗിക അതിക്രമം വലിയൊരു വിപത്താണ്. ഇത്തരം ക്രൂരമായ കുറ്റകൃത്യത്തിൽ സംഘപരിവാർ മൗനം വെടിയണമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. സംഭവത്തിൽ കുറ്റക്കാരായ RSS നേതാക്കളെയും പ്രവർത്തകരെയും പിടികൂടണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും ആവശ്യപ്പെട്ടു. RSS പ്രവർത്തകർക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ച ശേഷമാണ് ഇത്തരത്തിൽ അനന്തു ജീവനൊടുക്കിയത്. ഈ മരണശേഷം പുറത്തു വരുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്താണ് അനന്തു പോസ്റ്റ് ഇട്ടത്. RSS പ്രവർത്തകർക്കും സംഘടനയ്ക്കുമെതിരെയാണ് 15 പേജുകളിലായി അനന്തുവിന്റെ ആരോപണമുണ്ടായത്. 4 വയസ്സ് മുതൽ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നുവെന്നാണ് ഈ RSS ക്യാമ്പിൽ നിന്നാണ് ഈ ദുരനുഭവങ്ങൾ നേരിട്ടതെന്നുമാണ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഇതോടെ കടുത്ത വിഷാദ രോഗത്തിലായി അമ്മയും സഹോദരിയും ഓർത്തിട്ടാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നതെന്നും അനന്തു പറയുന്നുണ്ട്. അനന്തുവിന്റെ അച്ഛൻ അജി ജീവിച്ചിരിപ്പില്ല. RSSൽ ഇരകൾ വേറെയുമുണ്ട്. ഈ സംഘടനയിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ് ഇത് തുറന്നു പറയാൻ കഴിയുന്നതെന്നും ഈ അനന്തുവിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. പിതാവാണ് RSSലേക്ക് തന്നെ കൊണ്ടുവന്നതെന്നും മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹം നൽകി വളർത്തണമെന്നും വളരെ വൈകാരികമായി തന്നെ അനന്തു കുറിക്കുന്നുണ്ട്. അവരെ കേൾക്കാൻ കൂടി തയ്യാറാകണമെന്നുമാണ് അനന്തു പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ആഡംബര കാർ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ മകന്റെ തലയിൽ കമ്പിപ്പാര കൊണ്ട് അടിച്ച പിതാവ് അറസ്റ്റിൽ. മഞ്ചൂർ സ്വദേശി വിജയാനന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കത്തിനൊടുവിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും പിതാവ് കമ്പിപ്പാര എടുത്ത് മകന്റെ തലയ്ക്കടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ ഹൃദിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഹൃദിക്കിന്റെ നില ഗുരുതരമാണെന്നാണ് വിവരം. വിജയാനന്ദന്റെ ഏക മകനാണ് ഹൃത്തിക്. 1 വർഷം മുമ്പ് വിജയാനന്ദൻ മകന് 17 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. ഇതാണ് ഇപ്പോൾ മകൻ ഉപയോഗിക്കുന്നത്. ആഡംബര കാർ വാങ്ങണമെന്ന് കുറച്ച് ദിവസങ്ങളായി ഹൃത്തിക് പിതാവിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. കാർ വാങ്ങാനുള്ള സാമ്പത്തിക അവസ്ഥ ഇപ്പോൾ ഇല്ലെന്ന് വിജയാനന്ദൻ പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ ഹൃതിക്ക് തയ്യാറായില്ല. ഇതേ ചൊല്ലി ഉണ്ടായ വഴക്കിനിടെ ഇയാൾ മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇത് ചെറുക്കുന്നതിനിടെയാണ് പിതാവ് കമ്പിപ്പാര എടുത്ത് മകന്റെ തലയ്ക്കടിച്ചത്.